നമ്മളിന്ന് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നതാണ്. വൈകുന്നേരം ചെറിയൊരു ഗെറ്റ് ടുഗദർ. അപ്പോൾ എല്ലാവരും കൂടെ കൂടുവായതുകൊണ്ട് നമ്മളൊരു ചെറിയ സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. നമ്മുടെ അടുത്തുള്ളൊരു ഫേമസ് ആയ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. വിശപ്പ് കൊണ്ട് നമ്മൾ വന്ന് കാപ്പിയും ഇതൊക്കെ എടുത്തതാണ്. പക്ഷേ പഴംപൊരി മേടിച്ചുകൊണ്ട് വന്നത്, ഇതിപ്പോൾ പഴം നമ്മളിനിയിപ്പോൾ ചാക്കി കെട്ടി പഴിപ്പിക്കണം ഇതിൻ്റെ അകത്ത്. അല്ലെ പിന്നെ കറിയൊന്നുമില്ലെന്ന് പറഞ്ഞു വൈകുന്നേരത്തേക്ക്. അല്ലെ പിന്നെ ഇതിൻ്റെ പുറത്തെ കോട്ടിങ് പൊടിച്ച് കളഞ്ഞിട്ട് വൈകുന്നേരം മെഴുക്കുവരട്ടി ഉണ്ടാക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. മെഴുക്കുവരട്ടിയോ തോരൻ വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എനിവേ ഈ സാധനം നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പിള്ളേർക്കായിട്ട് മേടിച്ചുകൊണ്ട് വന്നത് പിള്ളേരെല്ലാവരും ഓരോ വടി അടിച്ചിട്ട് പച്ചക്കായ എന്നും പറഞ്ഞ് ഇവിടെ ഇട്ടിട്ട് പോയിരിക്കുന്നു. അതങ്ങനെ അതവിടെ ഇരിക്കട്ടെ, വലിയ കുഴപ്പമില്ല. ആ സാധനം അവിടെ മാറ്റി വെച്ചു. പിന്നെ നമ്മളൊരു എന്താ പറയുന്നത് പയർ സഞ്ചി മേടിച്ചായിരുന്നു കേട്ടോ. പയർ സഞ്ചി വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സാധനമാണ്, മോശം പറയാൻ പറ്റത്തില്ല. അത് പയർ സഞ്ചി പയർ സഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖിയൻ പയറൊക്കെ വെച്ചിട്ടുള്ള അതാണ് സാധനം. അത് ചില പ്രാദേശിക നാടുകളിലുള്ള ഒരു ചൊല്ലാണത്. അപ്പോൾ അതിന് വിടുക, അത് വലിയ കുഴപ്പമില്ല. പിന്നെ ഇലയുടെ വലിയ കുഴപ്പമില്ലായിരുന്നു, ഒരു ആവറേജ് ഇതുണ്ടായിരുന്നു. എന്തായാലും വിശപ്പ് കൊണ്ടും വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും അത് തീർന്നു പോയി, കാണിക്കാനില്ല. ഇതിപ്പോ ആദ്യത്തെ സംഭവമാണോ? ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല കേട്ടോ. നമ്മൾ പഴംപൊരി ഇതിനു മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അവരെ വിളിച്ച ഒന്ന് പറഞ്ഞാണ്, നേരിട്ട് അവിടെ പറഞ്ഞാണ് ഈ ഒരു കാര്യം. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല, മേടിക്കുന്നുമില്ല. നമ്മളിപ്പം എന്തായാലും എന്താണെന്ന് പറയുന്നില്ല. ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കടക്കാർക്ക് ബോധമുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും ഇത് എവിടെ നിന്നാണ് മേടിച്ചെന്നുള്ള കാര്യം.